ഗൈസ്, ഇറ്റ്സ് ലൈക്ക് ഈ വളരെ കളർഫുള്ളായിട്ടുള്ള സാരീസൊക്കെ ഉടുത്ത് ഭയങ്കര ഫങ്ഷനൊക്കെ ഫേഷ്യലൊക്കെ ചെയ്ത് വന്ന് നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു നമുക്കിങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരാഴ്ച അതെല്ലാം തീർന്നു കിട്ടിയ ഒരു വീക്കായിരുന്നു. ഇവരിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴേ ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഗീതയിലും ഉണ്ട്, ഒരു 7-8 കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്, ചെയ്താൽ അതിന് ശിക്ഷ കിട്ടുമെന്ന്. ലൈക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ കാരണം ഐ ഫീൽ ലൈക്ക് നമുക്കൊട്ടും സ്നേഹമില്ലാത്തൊരു പുരുഷനെ മുമ്പിൽ നമ്മൾ തുണി, അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതമല്ലാത്തൊരു ഗ്രൂപ്പിൻ്റെ മുമ്പ് പോയി നമ്മുടെ തുണി അയച്ച് അവരെ കാണിക്കുമ്പോഴേ നമ്മൾ തന്നെയല്ലേ അവിടെ അപമാനിക്കപ്പെടുന്നത്. നമ്മളെ അപമാനിക്കാൻ, നമ്മളെ വൃത്തികെട്ട നോട്ടം നോക്കാൻ അവർക്ക് നമ്മൾ അവസരം കൊടുക്കുകയല്ലേ. എൻ്റെ ചിന്തകൾ ഷെയർ ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്. അതാരിലും അടിച്ചേൽപ്പിക്കുന്നതല്ല, എൻ്റെ ചിന്തകളാണിതൊക്കെ. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ അപമാനിക്കപ്പെടുകയല്ലയോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ പോഷായിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്നതിനെ കൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നല്ലൊരു വഴി നമ്മുടെ മുമ്പിലുണ്ട്. മാസം ഒരു 40 രൂപയടക്കം നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ ഒരു വഴി കേരളത്തിൽ ഇന്നുണ്ട്. അത് ഞാൻ അവസാനം പറഞ്ഞു തരാം. അതായത് ക്ലയൻറ്റും കസ്റ്റമറും അത്യാവശ്യം മര്യാദ പാലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദയവ്, ആഹാരം മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ, വന്ന് നിൽക്കുന്ന ആളെ റെസ്പെക്റ്റ് ചെയ്യാൻ, അവർ ചെയ്യുന്ന പ്രൊഫഷനെ റെസ്പെക്റ്റ് ചെയ്യാൻ, അവരുടെ അങ്ങനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഈ കേരളത്തിലെ തുണിമാറ്റവും നമുക്ക് നിർത്താം, തൊഴിലില്ലായ്മയെ നിർത്താം. പല വീടുകളിലും നോക്കാൻ ആളില്ലാതെ ഒരുപാട് പേര് ദുരിതത്തിൽ കഴിയുന്നുണ്ട്, ആളെ കിട്ടാനില്ല. ഇത് ഒരു വീട്ടിൽ പോയി നിന്ന് ചെയ്യുന്ന വീട്ടുജോലിക്ക് പകരം ഒരു കരുണാപരമായ അല്ലെങ്കിൽ കൈൻഡ്നെസ് ഉള്ളൊരു ജോലിയായിട്ടും അഭിമാനത്തോടെ കണ്ടെത്താൻ ജോലി ആവശ്യമുള്ളവരും ക്ലയൻസ്, അതായത് ഒരു വീട്ടിലൊരു കിടക്കുന്ന ആളുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ വീട്ടിലെ ആശുപത്രിയിലെ കട്ടിലുകൾ ഹൈറ്റ് കൂടുന്നത് വെച്ചാൽ ബോഡി മെക്കാനിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു 24 hours ഒരാളിങ്ങനെ കുനിഞ്ഞ് നിന്ന് ഒരാളെ നോക്കുമ്പോൾ സ്ട്രെയിൻ വരും. അപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു അത്യാവശ്യം ഹൈറ്റുള്ളൊരു കട്ടിലും ജോലി ആവശ്യമുള്ളവർ ഇച്ചിരി കരുണയോടും നിൽക്കാമെങ്കിൽ, എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാമെങ്കിൽ 40,000 രൂപ മന്ത്ലി നമുക്ക് ഉണ്ടാക്കാം, അത്യാവശ്യം ലീവുകളോടും കൂടി. എന്താണ് പരിപാടി എന്ന് പിന്നെ പറഞ്ഞുതരാം. നമ്മൾ തുണി താഴ്ത്തി, എന്തായാലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുതെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഒരാളോട് പ്രേമം തോന്നുമ്പോൾ ഉള്ള സാധനമല്ല, അല്ലാതെ ചെയ്യുമ്പോൾ അവിടെ ശിക്ഷയുണ്ടാവും.